ഹലോ ഹായ് നമസ്കാരം. ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് ഞാനിവിടെ ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയലിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാജിക് ലാൻറ്റേൺ എന്ന ഒരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. മാജിക് ലാൻറ്റേൺ എന്നുള്ളത് ക്യാനൺ ക്യാമറകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ആണ്. അതായത് ക്യാനൺ അല്ലാത്ത വേറൊരാൾ വികസിപ്പിച്ചെടുത്ത ഒരു സോഫ്റ്റ്വെയറാണ് മാജിക് ലാൻറ്റേൺ. നിക്കോണിന് മാജിക് ലാൻറ്റേൺ സപ്പോർട്ട് ചെയ്യുന്നില്ല, വേറൊരു ക്യാമറയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല, ക്യാനണിന് മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് മാജിക് ലാൻറ്റേൺ ഉപയോഗിക്കുന്നത് സിനിമാറ്റോഗ്രാഫി മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. കാരണം അതിലാണ് കൂടുതൽ ഫങ്ഷൻസും അവർക്ക് കിട്ടുക. അപ്പോൾ മെയിനായിട്ട് മാജിക് ലാൻറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാമറയിൽ നമ്മൾക്ക് ആവശ്യം ഉള്ളതും എന്നാൽ അതിനകത്ത് ഇല്ലാത്തതുമായ ഫങ്ഷൻ നമുക്ക് കൂട്ടിച്ചേർക്കാൻ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. മാജിക് ലാൻറ്റേൺ .fm എന്നുള്ള magiclantern.fm എന്നുള്ള സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആർക്കും അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നാണ്. ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് 3-4 എപ്പിസോഡുകൾ ഉണ്ടാകും. കാരണം അതിൻ്റെ ഓരോ മെനുവിനും ഓരോ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ എപ്പിസോഡുകളായിട്ട് മെനു ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇന്ന് ഈ എപ്പിസോഡിൽ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് മാത്രമേ ഇതിനകത്ത് ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ magiclantern.fm എന്നുള്ള സൈറ്റിൽ പോയി അവിടെയുള്ള ഡീറ്റെയിൽസൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇന്ന് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ക്യാനൻ്റെ 60D എന്നുള്ള ക്യാമറയാണ്. അപ്പോൾ മാജിക് ലാൻറ്റേൺ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് ക്യാമറ ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ആദ്യം നിങ്ങളുടെ ബാറ്ററി ഫുൾ ചാർജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ക്യാനൻ്റെ ഒറിജിനൽ ബാറ്ററി തന്നെ ഉപയോഗിക്കുക, തേർഡ് പാർട്ടി ബാറ്ററികൾ ഉപയോഗിക്കരുത്. കാരണം ഇവരുടെ വെബ്സൈറ്റിൽ ആദ്യമായിട്ട് തരുന്നൊരു വാണിംഗ് അതാണ്. കാരണം ഈ സോഫ്റ്റ്വെയർ ക്യാനൺ എന്നുള്ള ബ്രാൻഡ് അംഗീകരിച്ചിട്ടുള്ളതല്ല. അത് ഫ്രീലാൻസ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഉണ്ടാക്കി വിടുന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം റിസ്കിലാണ്. ഞാനോ അല്ലെങ്കിൽ ഈ പറയുന്ന മാജിക് ലാൻറ്റേണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിലൂടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാൽ ആരും ഉത്തരവാദിയായിരിക്കുന്നതല്ല. അത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതേസമയത്ത് ഈ വീഡിയോ തീരുന്നതോടുകൂടി ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കുകയാണ്. അതായിട്ട് ബാറ്ററി ഫുൾ ചാർജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നീട് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും കപ്പാസിറ്റി കൂടിയ മെമ്മറി കാർഡ് എടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് 32 GB. ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ഞാനിത് റെഗുലർ യൂസ് ചെയ്യുന്നതല്ല. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും മെമ്മറി കൂടിയ ഒരു മെമ്മറി കാർഡ് തന്നെ എടുക്കുക, കപ്പാസിറ്റി കൂടിയ ഒരു മെമ്മറി കാർഡ് എടുക്കുക. ഇപ്പോൾ ഇവിടെ 32 GB ആണ് ഉപയോഗിക്കുന്നത്. അത് ക്യാമറയിലിട്ടിട്ട് ലോ ലെവൽ ഫോർമാറ്റ് ചെയ്യുക. ലോ ലെവൽ ഫോർമാറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതിന് ലോ ലെവൽ ഫോർമാറ്റ് ക്യാമറയിൽ തന്നെ ഫോർമാറ്റ് ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടറിൽ ചെയ്യരുത്. നിങ്ങളുടെ ക്യാമറയിൽ തന്നെ ലോ ലെവൽ ഫോർമാറ്റ് ചെയ്തിട്ട് കാർഡ് റിമൂവ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കാർഡ് മെമ്മറി കാർഡ് റീഡറിൽ കാർഡ് ഇടുക. എന്നിട്ട് അത് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് magiclantern.fm എന്നുള്ള സൈറ്റിലേക്ക് പോവുക. അതിൽ മെനുവിൽ സെക്കൻഡ് ഐറ്റം ആയിട്ട് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ മാജിക് ലാൻറ്റേൺ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറയുടെ മോഡൽ സെലക്ട് ചെയ്യാൻ പറയും. ഇപ്പം ഞാൻ ഇവിടെ 60D ആണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഏതാണോ മോഡൽ അത് സെലക്ട് ചെയ്യുക. ഒരു സിപ്പ് ഫയലായിട്ടാണ് അത് ഡൗൺലോഡ് ആവുക. സിപ്പ് ഫയലായിട്ട് ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ ആ സിപ്പ് ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്യുക. എക്സ്ട്രാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഫോൾഡറും 2 ഫയൽസുമായിട്ട് 3 എണ്ണമാണ് ആ ഫോൾഡറിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അത് ആസ് ഇറ്റ് ഈസ് 3 കോപ്പി ചെയ്യുക. എന്നിട്ട് നേരെ നമ്മൾ നേരത്തെ ഇൻസേർട്ട് ചെയ്ത മെമ്മറി കാർഡിലേക്ക് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മെമ്മറി കാർഡിനകത്ത് ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് പേസ്റ്റ് ചെയ്യരുത്. അതിൻ്റെ റൂട്ട് ലെവലിൽ തന്നെ, അതായത് മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന സ്ഥലത്ത് തന്നെ അത് പേസ്റ്റ് ചെയ്യുക. മെമ്മറി കാർഡ് കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്ത് ക്യാമറയിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ക്യാമറയുടെ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യുക. മാജിക് ലാൻറ്റേണിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നത്, നിങ്ങൾ മാജിക് ലാൻറ്റേൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്
ക്യാമറയുടെ ആക്സസറീസ് ഒന്നും തന്നെ അതിനകത്ത് ഘടിപ്പിക്കാൻ പാടില്ല. അതായത് ബാറ്ററി ഗ്രിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ അതിനകത്ത് ഘടിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ബാറ്ററി ഗ്രിപ്പ് അഴിച്ചു മാറ്റുകയാണ്. ബാറ്ററി ഗ്രിപ്പ് അഴിച്ച് മാറ്റിയിട്ട് ഞാൻ ബാറ്ററി ഇട്ടപ്പോൾ എൻ്റെ ക്യാമറ ഓൺ ആവുന്നില്ല. കാരണം നോർമലി ബാറ്ററിയുടെ കമ്പാർട്ട്മെൻറ്റ് അടച്ചാൽ മാത്രമേ ഏത് കാനൺ ക്യാമറയും ഓൺ ആവുകയുള്ളൂ. അപ്പോൾ അതിനകത്തൊരു സെൻസർ ഉണ്ട്, ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ള. ആ സെൻസറിനെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പീസ് പേപ്പർ വെച്ച് ആ സ്വിച്ച് ഷോർട്ട് ചെയ്യുകയാണ്. സ്വിച്ച് ഷോർട്ട് ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ വീണ്ടും എനിക്ക് ഫേംവെയർ അപ്ഡേറ്റിൻ്റെ ഓപ്ഷൻ കിട്ടുന്നില്ല. കാനൺ ക്യാമറയിൽ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ക്യാമറയുടെ മോഡ് ഒന്നുകിൽ മാനുവൽ മോഡ് അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ക്രിയേറ്റീവ് മോഡ്, അതായത് അപ്പർച്ചർ പ്രയോറിറ്റി അല്ലെങ്കിൽ ഷട്ടർ പ്രയോറിറ്റി മോഡിലേക്ക് മാറ്റിയിരിക്കണം. എന്നാൽ മാത്രമേ ഫേംവെയർ അപ്ഡേറ്റിനുള്ള ഓപ്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറയുടെ ഡയൽ മൂവി മോഡിലായിരുന്നു, അത് ഞാൻ ഇപ്പോൾ മാനുവൽ മോഡിലോട്ട് മാറ്റി. ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം മെനു നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി ഇൻഫോ ഇതൊക്കെയുള്ള മെനു ഓപ്ഷനിൽ താഴെയായിട്ട് നിങ്ങൾക്ക് ഫേംവെയർ അപ്ഡേറ്റ് എന്നുള്ള ഫേംവെയറിൻ്റെ വേർഷൻ കാണിക്കും. അതിൽ നിങ്ങൾ ഓക്കെ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫേംവെയർ അപ്ഡേറ്റ്, കാരണം നിങ്ങളുടെ മെമ്മറി കാർഡിൽ ഓൾറെഡി പുതിയ ഫേംവെയറിൻ്റെ വേർഷൻ ഉണ്ട്, അത് ക്യാമറ ഡിറ്റക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ളൊരു ചോദ്യം വരും. നിങ്ങളവിടെ യെസ് അടിക്കുക, ഓക്കെ അടിക്കുക. അപ്പോൾ നിങ്ങളുടെ ക്യാമറ ഓട്ടോമാറ്റിക്കായി ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യും. മാജിക് ലാൻറ്റേൺ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയതിനു ശേഷം ക്യാമറ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്യാമറയുടെ നോർമൽ മെനു ബട്ടൺ പ്രസ് ചെയ്യുക, എല്ലാ മെനുവും ഫംഗ്ഷനും ഒക്കെ ചെക്ക് ചെയ്യുക, എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നോർമൽ മെനു ചെക്ക് ചെയ്യുക. അതിനുശേഷം എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാജിക് ലാൻറ്റേണിൻ്റെ മെനു കിട്ടുക നമ്മുടെ ക്യാമറയുടെ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ്. അതിനകത്ത് അതായത് 2 മെനു ബട്ടണായി ഇപ്പോൾ നമുക്ക്. ഒന്ന് നോർമൽ സിസ്റ്റം മെനു, രണ്ടാമത്തേത് ഡിലീറ്റ് ബട്ടൺ. നമ്മുടെ ക്യാമറ ഷൂട്ടിംഗ് മോഡിലാണെങ്കിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാജിക് ലാൻറ്റേണിൻ്റെ കംപ്ലീറ്റ് മെനു കിട്ടും. ആദ്യമായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വെൽക്കം മെസ്സേജ് വരും, അത് ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ മാജിക് ലാൻറ്റേണിൻ്റെ കംപ്ലീറ്റ് മെനു നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾക്ക് വേണ്ട സെറ്റിങ്സ് ഒക്കെ, ഇതിൻ്റെ സെറ്റിങ്സ് അതെങ്ങനെയാണ് മാജിക് ലാൻറ്റേൺ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഇതിൻ്റെ പുറകെയുള്ള എപ്പിസോഡുകളിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റലേഷൻ മാത്രമാണ്, അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് മെനു ഒന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുക. എല്ലാം ഓക്കെ ആണെന്ന് 2 മെനുവും, അതായത് മാജിക് ലാൻറ്റേണിൻ്റെ മെനുവും സിസ്റ്റം മെനുവും രണ്ടും ഓക്കെ ആണെന്നുണ്ട് കഴിഞ്ഞാൽ ക്യാമറ ഓഫ് ചെയ്യാം. നിങ്ങളുടെ മാജിക് ലാൻറ്റേൺ ഇൻസ്റ്റലേഷൻ ആയിട്ടുണ്ട്. മാജിക് ലാൻറ്റേൺ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത ബാറ്ററി കമ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലോസിംഗ് സ്വിച്ച് റിലീസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേപ്പർ മടക്കി വെച്ചത് ഞാൻ അവിടെ നിന്ന് റിമൂവ് ചെയ്തു. ഇനി എൻ്റെ ബാറ്ററി ഗ്രിപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. ബാറ്ററിയും ബാറ്ററി ഗ്രിപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം വീണ്ടും ചെയ്യേണ്ട കാര്യം, വീണ്ടും ക്യാമറ ഓൺ ചെയ്യുക, 2 മെനു ചെക്ക് ചെയ്യുക, കംപ്ലീറ്റ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ മാജിക് ലാൻറ്റേണിൻ്റെ ഇൻസ്റ്റലേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. മാജിക് ലാൻറ്റേൺ എന്നുള്ള സോഫ്റ്റ്വെയർ നമ്മൾ ക്യാമറയിൽ ആയിക്കഴിഞ്ഞു. മാജിക് ലാൻറ്റേൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ക്യാമറ ഹാങ് ആവാനും അതേപോലെ ചിലപ്പോൾ ഓവർ ഹീറ്റ് ആവാനും അല്ലെങ്കിൽ ഹാങ് ആയിട്ട് പവർ LED ബ്ലിങ്ക് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റിൽ ചെയ്യേണ്ടത് ബാറ്ററി റിമൂവ് ചെയ്യുക. രണ്ടാമത്തെ ചെയ്യേണ്ടത് മെമ്മറി കാർഡ് റിമൂവ് ചെയ്യുക. ആ മെമ്മറി കാർഡ് ഒന്ന് ഫോർമാറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും മെമ്മറി കാർഡ് ഇട്ട് ബാറ്ററി തിരിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ക്യാമറ പഴയതുപോലെ തന്നെ ഉണ്ടാവും. അതിൽ പ്രത്യേകിച്ച് ഒരു ഇൻസ്റ്റലേഷൻ നടന്നിട്ടുണ്ടാവില്ല. പിന്നെ ഹാങ് ആവുന്ന പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നിങ്ങൾക്ക് മാജിക് ലാൻറ്റേൺ അൺഇൻസ്റ്റാൾ ചെയ്യണം. ഒരു ദിവസം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാജിക് ലാൻറ്റേൺ അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളാണ്. നിങ്ങളെ ക്യാമറയിൽ മാജിക് ലാൻറ്റേൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്യാമറ ഒന്ന് ഫോർമാറ്റ് ചെയ്താൽ, ആ മെമ്മറി കാർഡ് കംപ്ലീറ്റ്ലി ഒന്ന് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാജിക് ലാൻറ്റേൺ ക്ലീൻ ആയിട്ട് പോയി കിട്ടും. പിന്നെ അതിനകത്ത് ഫേംവെയർ ഉണ്ടാവില്ല. കാനൻ്റെ ഏതാനും മോഡലുകളിൽ മാത്രമേ മാജിക് ലാൻറ്റേൺ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. 1100, 500D, 50D, 550D, 5D Mark II, 5D Mark III, 600D, 60D, 650D, 6D, 700D, 7D. EOSൻ്റെ മിറർലെസ് ക്യാമറ വരുന്നുണ്ട്, അതിലും മാജിക് ലാൻറ്റേൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാജിക് ലാൻറ്റേൺ ഇൻസ്റ്റാൾ ചെയ്താൽ എന്താണ് ഗുണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ക്യാമറയിൽ ഇപ്പോൾ DSLR ക്യാമറയിൽ വീഡിയോ എടുക്കുന്നവർക്ക് വീഡിയോ സീബ്ര ലൈൻസ്, പീക്കിങ്, ഫോക്കസ് സ്റ്റാക്കിങ്, ഫോക്കസ്, അതായത് 2 ഫോക്കസ് പോയിന്റ് സെറ്റ് ചെയ്തിട്ട് ഒന്നൊന്ന് മറ്റൊന്നിലോട്ട് മാറി വരുന്ന ആ ഒരു സിസ്റ്റം, മാനുവൽ ഓഡിയോ കൺട്രോൾസ്, പിന്നെ നമ്മുടെ ഇഷ്ടത്തിനുള്ള ക്രോപ്പ് ഫാക്ടർ സെറ്റ് ചെയ്യാം. നമുക്ക് കസ്റ്റം മെയ്ഡ് ക്രോപ്പ് ഫാക്ടർ ഉണ്ടാക്കി ഇപ്പോൾ
2.35 അല്ലെങ്കിൽ 1:4 അങ്ങനെ ഏത് നമുക്കിഷ്ടമുള്ള ക്രോപ്പ് ഫാക്ടർ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് അത് മാജിക് ലാൻറ്റേണിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫ്രെയിം പെർ സെക്കൻഡ് ഓവർ റൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ ഡാറ്റ പെർ സെക്കൻഡ് ഡാറ്റ എത്രയാണ് വരുന്നത്, ഇപ്പം 30 Mbps ആണെങ്കിൽ അത് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇൻ്റർവെല്ലോമീറ്റർ, അതേപോലെ ഫോക്കസ് ട്രാക്കിങ്ങിനുള്ള ഓപ്ഷൻസ്, ഇതൊക്കെ നമ്മൾ ഇൻ്റർവെല്ലോമീറ്ററൊക്കെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ഒരു ഡിവൈസാണ്. പക്ഷേ ഇതിനകത്ത് ഈ സോഫ്റ്റ്വെയറിനകത്ത് അത് ബിൽറ്റിനായി വരുന്നുണ്ട്. എത്ര ഇമേജസ് സ്റ്റാക്ക് ചെയ്യാൻ വേണമെന്നുള്ള നമ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഇമേജസ് ഓരോ ഏരിയ ഫോക്കസ് ചെയ്തിട്ട് അത് നമുക്ക് ഔട്ട്പുട്ട് തരും. അതുപോലെ മാജിക് ലാൻറ്റേണിന് മോഷൻ ഡിറ്റക്ഷനുള്ള ഒരു സംഭവമുണ്ട്. നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിലൂടെ എന്തെങ്കിലും അനങ്ങാണ് പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ ഉള്ള ഒരു സംവിധാനം. അതുപോലെ നമ്മൾ ക്ലാപ്പ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗണ്ട് വരികയാണെങ്കിൽ അത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് നമ്മുടെ ക്യാമറയിലേക്ക് ആഡ് ഓൺ ആയിട്ട് കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ മാജിക് ലാൻറ്റേൺ. അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്യാമറയിലുള്ള ഫങ്ഷൻസിൻ്റെ കൂടാതെ അഡീഷണൽ ആയിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു 10-12 ഫങ്ഷൻസ് അഡീഷണൽ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടും. അതാണ് മാജിക് ലാൻറ്റേണിൻ്റെ പ്രത്യേകത. ഈ സ്പെഷ്യലി വീഡിയോ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫേഴ്സാണ് ഇത് ഇഷ്ടപ്പെടുന്നത്, കാരണം അവർക്കാണ് കൂടുതൽ ഉപകാരപ്പെടുന്നത്. അപ്പോൾ മാജിക് ലാൻറ്റേൺ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ്, കാരണം ഇതിൽ കുറേ ഓപ്പറേറ്റിംഗ് നിങ്ങൾ റെഗുലർലി ചെയ്യുന്നതായിരിക്കും. ആ മെനു കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ട്യൂട്ടോറിയൽസ് ഇനി ഉടൻ തന്നെ ഞാൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും അയക്കാൻ മറക്കരുത്. ഈ കാണുന്ന നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, അതിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഈ കാണുന്ന ഫേസ്ബുക്കിൻ്റെ പേജ് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരുന്ന അപ്ഡേറ്റ്സ്, ഇനി വരുന്ന ട്യൂട്ടോറിയൽസ് തീർച്ചയായിട്ടും നിങ്ങളുടെ മെയിൽ വഴി നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽസ് അപ്ലോഡ് ചെയ്യുന്ന സെയിം മൊമെൻറ്റിൽ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വാട്സപ്പിൽ കിട്ടും. നമുക്ക് വാട്സപ്പിൽ ഗ്രൂപ്പില്ല, ദയവായിട്ട് ആരും ഗ്രൂപ്പിൽ ചേർക്കണം എന്നിട്ട് മെസ്സേജ് അയക്കരുത്. ഗ്രൂപ്പ് എന്നുള്ള ഒരു സിസ്റ്റം ആൾക്കാരുടെ പ്രൈവസിയെ ബാധിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു സിസ്റ്റം ഫോട്ടോഗ്രാഫി മലയാളത്തിന് വാട്സപ്പിലില്ല. താങ്ക് യു വെരി മച്ച്. ബൈ.